പഴയ വഴികളെ തേടിയുള്ള യാത്രയുടെയും പുതിയ വഴികളെ വെട്ടിത്തെളിക്കാനുമുള്ള പരിശ്രമങ്ങളുടെ കുറച്ച് ദിനങ്ങളാണ് ഈ തപസ്സുകാലം, ഈ നോമ്പിൻ്റെ ദിനങ്ങൾ. പതിവിടങ്ങളിൽ നിന്നും മാറി നിന്ന് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും വിശുദ്ധിയെയും പുണ്യങ്ങളെയും ധാർമ്മികതയെയും ജീവിതത്തിൽ സ്വന്തമാക്കി ധ്യാന വിഷയമാക്കാനുള്ള കുറച്ച് അവസരങ്ങൾ സമ്മാനിക്കുന്ന കുറച്ചധികം ദിവസങ്ങൾ. ഈ 2024 നോമ്പിൻ്റെ ദിനങ്ങൾ നമ്മുടെ മുൻപിൽ ഒരു തിരഞ്ഞെടുപ്പിനുള്ള അവസരം നൽകുകയാണ്. യൂദാസിനു മുൻപിൽ ക്രിസ്തുവും 30 വെള്ളിക്കാശുമാണ് തിരഞ്ഞെടുപ്പിനായിട്ട് നൽകിയത്. ക്രിസ്തുവിൻ്റെ ശിഷ്യനായി കൂടെ നടന്നിട്ടും ഈ മനുഷ്യൻ തിരഞ്ഞെടുത്തത് 30 വെള്ളിക്കാശായിരുന്നു. യഹൂദർക്ക് മുമ്പിൽ ക്രിസ്തുവും ബറാബാസുമായിരുന്നു തെരഞ്ഞെടുപ്പ്. ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് അലമുറയിട്ട് ബറാബാസിനെ മോചിപ്പിക്കാനുള്ള അവസരങ്ങൾ അവരൊരുക്കി. പത്രോസിന് മുൻപിൽ രക്ഷപ്പെടാനുള്ള സാഹചര്യവും ക്രിസ്തുവിൻ്റെ സ്നേഹവുമായിരുന്നു തിരഞ്ഞെടുപ്പ്. രക്ഷപ്പെടാനുള്ള സാഹചര്യത്തെ തേടി ഈ മനുഷ്യൻ അലഞ്ഞെങ്കിലും കണ്ണീരോടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ധ്യാനിച്ച് തിരിച്ചു വന്നപ്പോൾ നീറോയുടെ സേവകരോട് പറഞ്ഞു, എന്നെ കുരിശിൽ തറയ്ക്കുന്നത് തലകീഴായി വേണമെന്ന്. യോഹന്നാനു മുൻപിലും രക്ഷപ്പെടാനുള്ള സാഹചര്യവും ക്രിസ്തുവും ഉണ്ടായിരുന്നു തിരഞ്ഞെടുക്കാൻ. ഈ ശിഷ്യൻ തിരഞ്ഞെടുത്തത് ക്രിസ്തുവിൻ്റെ കുരിശു ചുവട് തന്നെയായിരുന്നു. അവസാനത്തെ തിരഞ്ഞെടുപ്പ് നല്ല കള്ളൻ്റേതായിരുന്നു. ജീവിതം മുഴുവൻ മോഷ്ടിച്ച് കള്ളനായി ജീവിച്ചവൻ അവസാനം ക്രിസ്തുവിൻ്റെ ചാരെ പറ്റി നിന്ന് പറുദീസയെയും ക്രിസ്തുവിനെയും സ്വന്തമാക്കുകയാണ്. ബിഷപ്പ് ഫുൾട്ടൻ ജേഷിൻ ഈ നല്ല കള്ളനെപ്പറ്റി ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഈ മനുഷ്യൻ ജീവിതത്തിൽ മുഴുവൻ കള്ളനായി മോഷ്ടിച്ച് ജീവിച്ചിട്ടും അവസാനത്തെ മണിക്കൂറിൽ ക്രിസ്തുവിൻ്റെ ചാരെ പറ്റി നിന്ന് കള്ളനെപ്പോലെ പറുദീസയും മോഷ്ടിച്ചെടുത്തു. ഈ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ നല്ല കള്ളനെപ്പോലെ പതിവിടങ്ങളിൽ നിന്നും മാറി നിന്ന് നമ്മുടെ ഭക്ഷണമായിക്കൊള്ളട്ടെ, ആഡംബരമായിക്കൊള്ളട്ടെ, വാരിക്കൂട്ടാനുള്ള ആക്രാന്തമായിക്കൊള്ളട്ടെ, അതിൽ നിന്നെല്ലാം മാറി നിന്ന് വിശുദ്ധിയെയും പുണ്യങ്ങളെയും ധാർമ്മികതയും ഒക്കെ ജീവിതത്തിൽ സ്വന്തമാക്കി നല്ല കള്ളനെ പോലെ പറുദീസ സ്വന്തമാക്കാൻ, ക്രിസ്തുവിൻ്റെ ചാരെ പറ്റി നിൽക്കുവാൻ, ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കാൽവരി മലയുടെ യാത്രയാകുമ്പോൾ കല്ലുകളെ ഉരുട്ടി മാറ്റി ഉയർപ്പെന്ന വലിയ സ്വപ്നത്തിലേക്ക് നമുക്ക് പറന്നുയരാം.